താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വയ്ക്കാനുള്ള അനുമതിക്ക് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഈ ഒരു നിലപാട് വ്യക്തമാക്കിയത്. സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, ഇത്തരത്തിൽ ഭവനരഹിതരെ എന്നും ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? ആദ്യമായി എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ടി.ഐ. മധുസൂദന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് നിയമസഭയിൽ മറുപടിയായിട്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വെക്കാനുള്ള അനുമതിക്ക് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നത് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വീട് വെക്കാൻ ഡാറ്റാ ബാങ്കിൽ പെട്ടാലും നെൽവയൽ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ 10 സെന്റും അതിനൊപ്പം തന്നെ നഗരത്തിൽ 5 സെന്റും സ്ഥലത്ത് പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ അനുമതി നൽകേണ്ടതാണെന്നതാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും വീട് നിർമ്മിക്കാൻ അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാലതാമസവും തടസ്സവാദങ്ങളും സാധാരണക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. ഈ ഒരു കാര്യത്തിലാണ് പ്രദക്ഷിണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 2018 ഇതുമായി ബന്ധപ്പെട്ട് നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ വ്യവസ്ഥയിൽ സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. ഈ ഒരു ഭേദഗതി വന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ലഘൂകരിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ നിന്നുള്ള ഒരു അനാസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി സഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരം ഭൂമിയിലെ വീടുകളുടെ നിർമ്മാണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും പെർമിറ്റ് ലഭിക്കുന്നതിന് ഒരു തടസ്സവാദവും ഉന്നയിക്കാൻ കഴിയില്ല. അത്തരം അപേക്ഷകളിൽ വീട് നിർമ്മാണത്തിനുള്ള പെർമിറ്റ് അനുവദിക്കുന്നതിന് ഭൂമി വീട്ടിലാളിൽ നിലം എന്ന് രേഖപ്പെടുത്തിയത് തടസ്സമാവില്ല എന്നത് ഉറപ്പുവരുത്തുന്നത് എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇളവ് ലഭ്യമാണ് എന്നതറിയാതെ തരം മാറ്റത്തിനായി അപേക്ഷകൾ റവന്യൂ അധികാരികളെ ഇപ്പോഴും സമീപിക്കുന്ന നിലകൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അത്തരം അപേക്ഷകൾ പരിശോധിച്ച് മേൽപ്പറഞ്ഞ ആനുകൂല്യം അവർക്ക് ലഭ്യമാണ് എന്നത് ഈ സമീപിക്കുന്ന അപേക്ഷകനെ അറിയിക്കുകയാണ് കൃഷി, അതിനൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണം, റവന്യൂ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതെന്നും പലപ്പോഴും ഇതിന് തയ്യാറാക്കാത്ത സ്ഥിതി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇക്കാരണത്താൽ 2018 നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഭേദഗതി വരുത്തിയതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നില്ല എന്നത് വസ്തുതയാണെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപേക്ഷകൾ സ്വീകരിക്കാതെയും വസ്തുതകൾ മനസ്സിലാക്കാതെയും ഉദ്യോഗസ്ഥർ വരുന്ന കാലതാമസം കാരണം നിരവധി പേരാണ് ഒരു ചെറിയ വീട് പണിയുന്നതിന് വേണ്ടി ഈ ബുദ്ധിമുട്ട് അനുവദിക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ വരുന്ന ഗുരുതരമായ അനാസ്ഥയായി മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇനി ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശരി, വ്യക്തമാണ്. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്.